അഭിനവ് സുന്ദർ നായക്, രാമസുനിൽ എന്നിവരെഴുതി അഭിനവ് സുന്ദർ നായക് ഡയറക്ട് ചെയ്ത് നസ്ലൻ, ഷറഫുദ്ദീൻ, റോഷൻ ഷാനവാസ്, സംഗീത് പ്രതാപ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മോളിവുഡ് ടൈംസ്. സിനിമയെ സ്നേഹിക്കുന്ന, സിനിമ ഫീൽഡിനെ ഒത്തിരിയായി സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് മോളിവുഡ് ടൈംസിന്റെ. നമ്മൾ ഉദയനാണ് താരത്തിലൊക്കെ കണ്ട പോലത്തെ ഒരു കൈൻഡ് ഓഫ് സ്റ്റോറിയാണ്. പക്ഷേ കാലം മാറുന്നതനുസരിച്ച് സിനിമ മാറുന്നു, സിനിമയിലുള്ള ചതികൾ മാറുന്നു, അതിന്റെ പിന്നണിയിൽ നടക്കുന്ന പല കാര്യങ്ങളും മാറുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിനിമാ ഫീൽഡിൽ കയറാനുള്ള സ്ട്രഗിൾ മാറുന്നുണ്ട്. അപ്പോൾ ഉദയനാണ് താരത്തിൽ നിന്നും മോളിവുഡ് ടൈംസിലേക്ക് വരുമ്പോഴേക്കും ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. അഭിനവ് സുന്ദർ നായകനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, മുകുന്ദൻ അസോസിയേറ്റ്സിന്റെ ഡയറക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവിയാണ്. ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് അഭിനവ് സുന്ദർ നായകന്റെ. അഡ്വക്കേറ്റ് മുകുന്ദൻ അസോസിയേറ്റ്സിന്റെ ഒരു സെയിം രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്, അല്ലെങ്കിൽ പ്രസന്റേഷൻ ആണ് മോളിവുഡ് ടൈംസിലും ചെയ്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് മുകുന്ദൻ അസോസിയേറ്റ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ആന്റി ഹീറോയിനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോഴേക്കും ഒരു കംപ്ലീറ്റ്ലി ഒരു ഹീറോയിക്, അല്ലെങ്കിൽ ഒരു സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് അത് കാരണം ലൈഫിൽ നേരിടേണ്ടി വരുന്ന, അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള പാഷൻ അയാൾ കൈവരിക്കാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഇയാളുടെ ഒരു ക്യാരക്ടർ കാരണം, അല്ലെങ്കിൽ ഈ ഒരു എല്ലാത്തിനെയും സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ ഓണസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന ഇയാൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. മോളിവുഡ് ടൈംസിൽ ഒരു 1996 മുതൽ ഒരു 2014 കാലഘട്ടം വരെയുള്ള ഒരു സ്റ്റോറിയാണ് പടത്തിൽ നമ്മളോട് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി നൊസ്റ്റാൾജിക്, ഒരു 90s കിഡ്സ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒത്തിരി നൊസ്റ്റാൾജിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ മൂവിയിൽ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മൾ ഹാൻഡി ക്യാം യൂസ് ചെയ്ത് വീഡിയോസ് എടുത്തിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ കാസറ്റ് ഇട്ട് ടി വിയിൽ സിനിമ കണ്ടിട്ടുള്ളവരായിരിക്കാം, അതുപോലെ ദ മമ്മി തിയേറ്ററിൽ പോയി കണ്ടേക്കുന്നവരായിരിക്കാം. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള കുറെ സംഭവങ്ങൾ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ട് അത് കാണുമ്പോഴേക്കും നമുക്ക് ഓക്കെ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മൂവിയിൽ നല്ല ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഈവൻ ഹാൻഡി ക്യാമിൽ ഷൂട്ട് ചെയ്ത ചില വിഷ്വൽസ് കാണിക്കുന്നത് അതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ പെർഫോമൻസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതിലിപ്പോൾ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നസ്ലിന്റെ നായക ക്യാരക്ടർ. നസ്ലിൻ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതുവരെയുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാം നസ്ലിന്റെ. കാരണം ഒത്തിരി ഇമോഷൻസ് കൈകാര്യം ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. പല കാലഘട്ടത്തിൽ ആ ക്യാരക്ടർ പാസ് ചെയ്ത് പോകുന്ന പല ഇമോഷണൽ സിറ്റുവേഷൻസ് ഉണ്ട്, ഹാപ്പി ആയിട്ടുള്ളതും അതുപോലെ കിട്ടുന്ന ബാക്ക് സ്റ്റാബ് കാരണം ഇമോഷണൽ ആയിട്ടുള്ള സീനുകൾ, അങ്ങനെയുള്ള പല സീൻസിലൂടെയും ഈ ക്യാരക്ടർ കടന്നുണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷറഫുദ്ദീൻ ഒരു ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോഴേക്കും എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്താലും ഷറഫുദ്ദീന്റെ മുഖത്തൊരു ചെറിയൊരു ചിരി ഉണ്ടാവുന്നുള്ളത്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഈവിൾ ടൈപ്പ് ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരെയും താഴ്ത്തിക്കിട്ടിയാലും മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പൊ അങ്ങനെയുള്ളൊരു ക്യാരക്ടറിന്റെ ആ ഒരു പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെയാണ് ഷറഫുദ്ദീൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റോറിയിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ തന്നെ, ലൈക്ക് ഒരു ഫിലിം ഫീൽഡിൽ കയറി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ഒരാള്, നല്ല കഴിവുള്ള ഒരാള്, ബട്ട് അയാൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസ് ആണ് മൂവിയിൽ കാണിക്കുന്നത്. മെയിൻലി ഡാർക്ക് ഹ്യൂമർ ആണ് മൂവിയിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഡാർക്ക് ഹ്യൂമർ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചില ആളുകൾ മരിക്കുന്ന സീനൊക്കെ തന്നെ നമുക്ക് കാണുമ്പോഴേക്കും നമുക്ക് ഒത്തിരി ചിരിക്കാൻ ഉള്ള രീതിയിലാണ് ചില മരണങ്ങൾ വരെ പടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ഒന്ന് രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് മരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് മരിക്കുമ്പോൾ പോലും നമുക്ക് ചിരി വരും. അപ്പൊ അത്രയും ഡാർക്ക് ഹ്യൂമർ ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൂവി, നമുക്കറിയാം സിനിമയ്ക്കുള്ളിലെ സിനിമ കാണിക്കുമ്പോൾ എപ്പോഴും സിനിമാ ഫീൽഡിലുള്ള പല കാര്യങ്ങളും നമുക്ക് കൺവേ ചെയ്ത് തരും. അപ്പൊ ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോഴേക്കും ശരിക്കും ഈ ചില മൂവീസ് നമ്മൾ കാണുമ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ മൂവീസൊക്കെ പ്രൊഡ്യൂസർ എന്തിനാണ് അപ്പോൾ ഡയറക്റ്റ് ചെയ്തത്, പറയാതെ എല്ലാവരും പറയുന്ന സംഭവങ്ങളുണ്ട്. അതായത് ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അതിലുള്ള സർട്ടൻ കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്രേവായിട്ട് ഡയറക്ടർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചില പടങ്ങൾ ഫ്ലോപ്പായി പോകുന്നത്, അല്ലെങ്കിൽ ചില പടങ്ങൾ, നല്ല പടങ്ങൾ ഫ്ലോപ്പ് ആവുന്നതിന്റെ റീസണും നമുക്ക് അതിനകത്തോടെ കൺവേ ആയി കിട്ടും. അപ്പൊ അങ്ങനെയുള്ള സെറ്റൻ കാര്യങ്ങൾ, ചില പടങ്ങൾ നമ്മൾ വിചാരിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ പടങ്ങളൊന്നും പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാത്തത്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അത് ശരിക്കും അങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് സിനിമയിൽ കൊണ്ടുവരാനായിട്ട് എടുക്കുന്ന അവരുടെ ഒരു ധൈര്യത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താൽ മതിയോ. സോ പേഴ്സണലി നല്ല മൂവിയാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. കാരണം അതിന്റെ ചില ഷോട്ടുകളൊക്കെ ഉണ്ട്, ട്രാക്ക് ആൻഡ് ട്രോളിയിൽ വെച്ചിട്ടുള്ള ചില റൗണ്ട് ഷോട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് ശരിക്കും
തല പെരുത്തു പോകുന്ന ടൈപ്പ് ഷോട്ട്സ് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ഇതിനകത്ത് ഒരു ഹൊറർ ബെസ്റ്റ് ഹൊറർ ഡയറക്ടർ ആവണം മലയാളത്തിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് നസ്ലിൻ്റെ. അപ്പം അങ്ങനത്തെ ചില സീൻസ് ഒക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. സോ നല്ല മൂവിയാണ്. എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.